അഭിലാഷ് പിള്ള വിഷ്ണു അഭിലാഷ് പിള്ള എന്ന് പറഞ്ഞ അവനൊന്നും ഒരിക്കലും വിശ്വസിക്കരുത്. വിഷ്ണു അവന് ഡയറക്ഷനൊന്നും അറിയില്ല, അല്ല കള്ളന്മാരാണ്. എല്ലാ രീതിയും സത്യം അറിയണം. എന്നെ പറ്റിച്ചതാണെല്ലാം കൂടിയിട്ട് എല്ലാവരും കൂടി പറഞ്ഞ് പറ്റിച്ചു. 2021 ജയസൂര്യയുടെ വെള്ളം റിലീസ് ചെയ്യുന്നത്, ഒരു ബയോഗ്രഫിക്കൽ ഡ്രാമ ചിത്രം. ആ സിനിമയ്ക്ക് ആധാരമായത് മുരളി കുന്നുംപുറത്ത് എന്ന വ്യക്തിയുടെ വ്യവസായയുടെ ജീവിതമാണ്. കള്ളുകുടിക്കാൻ വേണ്ടി മാത്രം ജോലിക്ക് പോയിരുന്ന മനുഷ്യൻ ആ ശീലം നിർത്തി പുതിയൊരു ജീവിതം പടുത്തുയർത്തി. സ്വന്തമായി ബിസിനസ് തുടങ്ങി കോടികളുടെ ടേൺ ഓവറുള്ള കമ്പനിയുടെ മുതലാളിയായി. ഇന്ത്യക്കപ്പുറം വിദേശ രാജ്യങ്ങളിലും ആ ബിസിനസ് വളർന്നു. സിനിമാ നിർമ്മാണത്തിലും അദ്ദേഹം പങ്കാളിയായി. ആ തീരുമാനം തന്നെ എത്രത്തോളം ദോഷകരമായി ബാധിച്ചുവെന്ന് തുറന്നു പറയുകയാണ് അദ്ദേഹം. ജീവിതം വഴിമുട്ടി നിൽക്കുന്നൊരവസ്ഥയിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വീഡിയോ ആരംഭിക്കുന്നത്. വെള്ളം അതിൽ അവസാന നിമിഷം പ്രൊഡ്യൂസർ ആയിപ്പോയതാണ്. നദികളിൽ സുന്ദരി യമുനയുടെ സംവിധായകരായ ഉണ്ണി വെള്ളോറയും വിജേഷ് പാണത്തൂരും കള്ളം പറഞ്ഞാണ് എൻ്റെ അടുത്ത് വന്നത്. 2 കോടി രൂപയാണ് അതിൽ നഷ്ടം. ഇവർ അസിസ്റ്റന്റ് ഡയറക്ടർമാരൊന്നും അല്ലായിരുന്നു എന്ന് പിന്നീടാണ് അറിയുന്നത്. എല്ലാം കള്ളമായിരുന്നു. 3ാമത്തെ സിനിമയായ സുമതി വളവ് വലിയ ഹിറ്റാണെന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ 7 കോടിയോളം രൂപയാണ് ഈ സിനിമ കാരണം നഷ്ടം. അഭിലാഷ് പിള്ളയെ ഒരിക്കലും വിശ്വസിക്കരുത്. വിഷ്ണുവിന് സംവിധാനമൊന്നും അറിയില്ല. തന്നെ ഇവരെല്ലാം കൂടി ചതിച്ചു. നല്ലൊരു ജീവിതം ഈ സിനിമാക്കാർ എല്ലാവരും കൂടി കളഞ്ഞുവെന്നും മുരളി പറയുന്നു. അഭിലാഷ് പിള്ള എഴുതി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത സുമതി വളവ് 25 കോടിയോളം ആഗോളതലത്തിൽ സ്വന്തമാക്കിയെന്നാണ് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ. നദികളിൽ സുന്ദരി യമുനയുടെ കളക്ഷൻ റിപ്പോർട്ട് എത്രയെന്ന് വ്യക്തമല്ല. ഇവ നിർമ്മിച്ച താൻ ആത്മഹത്യയുടെ വക്കീലാണെന്ന് പറയുന്ന മുരളിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. എന്നാൽ ഇതിൽ അഭിലാഷ് പിള്ളയോ മറ്റുള്ളവരോ മറുപടിയുമായി രംഗത്തെത്തിയിട്ടില്ല.